ഹലോ, അപ്പോൾ ഇന്നൊരു ഹാർട്ട് ഷേപ്പ് കേക്കാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വാനില കേക്കാണ് കേട്ടോ. 1 kg വെയിറ്റ് വരുന്ന വാനില കേക്കാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ രാവിലെ എണീച്ചിട്ട് ഞാൻ ഫിനിഷ് കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഹാർട്ട് ഷേപ്പൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ഫിനിഷ് ചെയ്യാനൊക്കെ കുറച്ചധികം ടൈം എടുക്കും, കുറച്ചധികം പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഒരു പാലറ്റ് നൈഫായിട്ട് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സൈഡിൽ ഇങ്ങനെ ഈ ആംഗുലാർ നൈഫ് വെച്ചിട്ടുള്ള ഈ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അതൊന്ന് സ്വൈപ്പ് ചെയ്താൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് സിമ്പിളായി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു കേക്കാണ് കേട്ടോ. കാരണം അധികം നമുക്കിതിൽ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. സൈഡിൽ നമ്മൾ അധികം ഫിനിഷാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പാലറ്റ് നൈഫ് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കണോണ്ട് നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു വഴിക്ക് പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ ഫോണ്ടൻറ്റിൽ ഹാപ്പി ആനിവേഴ്സറി പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പുള്ള ഫോക്സ് ബോൾസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. വലുതും ചെറുതുമായിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ ഹാർട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതും വലുതുമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അധികം ചെറുതുള്ള ഫോക്സ് ബോൾസും വെച്ച് കൊടുത്തു. ബാക്കി ഹാർട്ട് ഷേപ്പൊക്കെ നമ്മൾ ഫോണ്ടൻറ്റിൽ ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടാകുന്നത്. കുറച്ച് വലുതും പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെറുതുമായിട്ടാണ് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്